ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നിഷേധാത്മക ചിന്തകളെ നമുക്ക് എങ്ങനെ മറികടക്കാം, നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് എങ്ങനെ മറികടക്കാം. നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇത്തരം നെഗറ്റീവ് തോട്ട്സ് കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ നിർത്തണമെന്ന് തോന്നിയാൽ പോലും നമുക്ക് ആഗ്രഹമുണ്ട് നിർത്തണമെന്ന്, പക്ഷെ അത് സ്റ്റോപ്പ് ആവില്ല. അതിന് എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് ഞാൻ 5 ട്രിക്സ് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിഷേധാത്മക ചിന്തകൾ, ഈ നെഗറ്റീവ് തോട്ട്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അധികമായിട്ട് ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോഴും അധികമായിട്ട് കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും. ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്തൊക്കെയാ? അസ്വസ്ഥത, സമ്മർദ്ദം, ഭയം, വിഷമം, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഭൂതകാലം, കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴോ പശ്ചാത്താപം, കുറ്റബോധം, ദുഃഖം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഒന്നാമത്തെ കാര്യം ബ്രീതിങ് എക്സസൈസ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. 1 2 3 4 എണ്ണിക്കൊണ്ട്, ഉള്ളിൽ ഇത്രയും എണ്ണിക്കൊണ്ട് നമ്മൾ ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് 5 6 7 ഈ സമയത്ത് ഇതെണ്ണുമ്പോൾ ആ എടുത്ത ശ്വാസം ഉള്ളിൽ പിടിച്ചു വെക്കണം. 8 എന്ന് ഉള്ളിൽ എണ്ണുമ്പോൾ നമ്മൾ ഈ എടുത്ത ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടണം, മെല്ലെ. ഇതൊരു 5-10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകളെ മറികടക്കാം. രണ്ടാമത്തെ കാര്യം സംഗീതം കേൾക്കുക, മ്യൂസിക് തെറാപ്പി. നമുക്കിഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് കേൾക്കുക മാത്രമല്ല, ചിലപ്പോൾ പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വേറെ പലതുമായിരിക്കും. അപ്പം ഈ പാട്ടിലേക്ക് തന്നെ, പാട്ടിലെ വരികളിലും വേർഡ്സിലും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് മനസ്സിലുള്ളത് എഴുതി വെക്കുക. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേപ്പറിലേക്ക് ആ വരുന്ന ചിന്തകളെ എല്ലാം എഴുതി വെക്കുക. എന്നിട്ട് ആ പേപ്പറിൽ എഴുതി വെച്ചതൊക്കെ കത്തിച്ച് കളയുക. ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകാനും മനസ്സിലുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തകളെ ഡിസ്ട്രോയ് ചെയ്യാനും നമുക്ക് കഴിയും. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്. നാലാമത്തെ കാര്യം നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ചുറ്റും കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഈവൻ നമ്മളെ നെഗറ്റീവ് പറയുന്നവരും ഉണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പോസിറ്റീവ് ഇഫക്റ്റ് നമുക്ക് തരുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റാനും ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് കാര്യം, നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അതെങ്ങനെയാ? അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ചെയ്യാതെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാരം കൈകളിലേക്കും കാലുകളിലേക്കും വരുന്നതായിട്ട് അത് നമ്മൾ ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുക. ഇനി നടക്കുമ്പോഴോ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ആ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെയാണ് നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റുള്ള ചിന്തകളൊന്നും വരില്ല. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് അകറ്റാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ശരിക്കും ഇത് ഇഫക്റ്റീവായിട്ടുള്ള ഒരു 5 ട്രിക്സ് ആണ്. ഓക്കെ, താങ്ക് യു.